നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. The volleyball competition will be start within 5 minutes. In the court number 5. So the candidates, please report soon. After this, the indoor games will be starting soon. So the participants be ready. മോനെ അച്ഛാ 100 മീറ്റേഴ്സിൽ ഞാൻ ഗോൾഡ് മെഡൽ എടുത്തു. ആദ്യം ഇത് കുടിക്കുക, ആദ്യം ഡ്രിങ്ക്സ് കുടിക്കുക, അത് കഴിഞ്ഞ ഐസ്ക്രീം. ഓക്കെ. സത്യം പറയാലോ സർ, ട്രാക്കിലേക്ക് ഇറങ്ങിയതും ആദിയുടെ സ്വഭാവം മാറി. ഇതുവരെ കണ്ട ആളെ അല്ലായിരുന്നു. അപാര എനർജി. ഇവന്റെ കണ്ണുകളിൽ തന്നെ ഒരു ഫയർ ഉണ്ടായിരുന്നു. ആണോ? ഒരു 30 മീറ്റേഴ്സ് ഡിസ്റ്റൻസില് സിൽവറിനെ ഫിനിഷ് ചെയ്യിപ്പിച്ചത്. ഉഗ്രൻ പെർഫോമൻസ്. എങ്ങനെ പെർഫോം ചെയ്തിരിക്കും സർ? MK മാസ്റ്റർ ഇവന്റെ കോച്ച്. The chess competition is about to start. The participants, please report. ചെസ് കോമ്പറ്റീഷൻ തുടങ്ങാൻ പോകണം തോന്നുന്നു. നോ പ്രോബ്ലം. മഴയുടെ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ആൾ അവിടെ റെഡി ആയിട്ടിരിക്കുക. The first round is about to start for primary class students. Please report. മഴയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. മിനിമം മൂവ്സില് മഴ എതിരാളിയെ തളയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പാ. MK മാസ്റ്റർ ചെസ് പഠിപ്പിച്ചാ പിന്നെ ഫസ്റ്റ് മൂവിൽ തന്നെ തളയ്ക്കുന്ന ദൈവം പറയുന്നത്. വെറുതെ പറഞ്ഞതല്ല, ദൈവൻ എപ്പോഴും പറയും MK മാസ്റ്റർ ഉഗ്രൻ ചെസ് പ്ലെയർ ആണെന്ന്. ഏയ്, ഒരിക്കലും ഇല്ല സർ. ഞാൻ അത്രയ്ക്ക് വലിയ ചെസ് പ്ലെയർ ഒന്നും അല്ല. അത് സാർ വെറുതെ പറയുന്നതാ. എന്തായാലും ഒരു ദിവസം എനിക്ക് മാസ്റ്ററിന്റെ കൂടെ ചെസ് കളിക്കണം. വെറുതെ കളിച്ചാൽ മാത്രം പോരാ, മാസ്റ്റർ തോൽപ്പിക്കാൻ വേണം. എന്നാലേ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് എന്റെ മോൻ പോലും സമ്മതിക്കൂ. ഞാൻ മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി കളിക്കാറില്ല സർ. കുട്ടികളെ പഠിപ്പിക്കണം, അവരെ ജയിപ്പിക്കണം. അത് മാത്രം എന്റെ ലക്ഷ്യം. ബീങ് വിത്ത് കിഡ്സ്, അത്രേ ഉള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ മാസ്റ്ററെ ഞാൻ വെറുതെ വിടില്ല. ഒരു ദിവസം നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരും. നോ ചാൻസ്. എന്നെ വിട്ടേക്ക്. ഒരു മത്സരത്തിന് ഞാനില്ല. മത്സരത്തിനില്ലാന്ന് പറഞ്ഞ് മാസ്റ്റർ ഒഴിഞ്ഞു മാറുമ്പോഴും എന്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ട് നമുക്കിടയിൽ ഒരു മത്സരത്തിന് ചാൻസ് ഉണ്ടെന്ന്. ഒരു കോമ്പറ്റീഷൻ ഒട്ടും വൈകാതെ അതിന് വഴിയൊരുങ്ങും എന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അപ്പൊ നമുക്ക് കൊമ്പ് ഓർത്ത് നോക്കാം. ഓക്കെ? ഓക്കെ സാർ. ശരി, എന്നാ പിന്നെ ഞാൻ പോയി മഴമോളെ നോക്കട്ടെ. ശരി സാർ. കുടിച്ചോ കുറച്ചുകൂടി. ഇവിടെയുള്ള ബാക്കി ആളുകളൊക്കെ എവിടെ പോയി? കുറച്ചുപേര് അടുക്കളയിലുണ്ട്, ഒരാള് സൂപ്പർ മാർക്കറ്റിൽ പോയി, ഒരാള് എന്തോ ആവശ്യമുണ്ടെന്നും പറഞ്ഞു പുറത്തേക്കും പോയി. എല്ലാവരും ഇവിടെ അവിടെയൊക്കെ ആയിട്ടുണ്ട്. മഴമോൾ ഇതുവരെ വന്നില്ല അല്ലേ? എന്താ ഇത്ര വൈകുന്നെന്നറിയില്ലല്ലോ. ഞാനത് നിന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ എന്ന് വിചാരിക്കായിരുന്നു. ആ ശരത്തിനെ ഒന്ന് വിളിച്ചു നോക്കി. അവരെവിടെ ഒന്നും കാണുന്നില്ല മോനെ. ആദി, മഴ. ആദി, ഇത് കണ്ടോ? ഗോൾഡ് മെഡലാ. കോമ്പറ്റീഷനില് ഞാൻ ഫസ്റ്റ് അടിച്ചു. കൺഗ്രാറ്റുലേഷൻസ് മഴ. മോളെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മിടുക്കി.
എന്റെ കുട്ടികളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു, മാക്സിമം വിൻ ചെയ്തു. സൂപ്പർ സർ. സ്റ്റുഡൻസ് എല്ലാം പോവാനായിട്ട് സ്കൂൾ ബസ്സിൽ കയറി. ഞാനും തിരിച്ച് അവരുടെ കൂടെയാ പോകുന്നത്. ഒരു മിനിറ്റ്. ഹലോ. ശരത് സാർ എന്തായി? എന്താവാൻ, 2 പേർക്കും ഗോൾഡ് മെഡലാ. മോന് 100 മീറ്ററിലും മോൾക്ക് ചെസ്സിലും. ആഹാ, വെരി ഗുഡ് ന്യൂസ് ആണല്ലോ. രണ്ടുപേരും ഹാപ്പി അല്ലേ? 2 പേരും നല്ല ഹാപ്പിയാ. നിങ്ങൾ തിരിക്കാറായോ? മാക്സിമം 1 അവർ, അതിനുള്ളിൽ ഞങ്ങൾ എത്തും. ഓക്കെ സർ, ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ശരി എന്നാ. അതെ, വണ്ടി വെയിറ്റിംഗിലാണ് സർ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. അപ്പൊ മാസ്റ്റർ ഞങ്ങളോട് വരുന്നില്ലേ? ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെയല്ലേ വന്നത്, തിരിച്ച് സ്കൂൾ ബസ്സിൽ പോണം. മാത്രമല്ല, നിങ്ങൾ ഇനി സ്കൂൾ വരെ വരേണ്ട കാര്യമില്ലല്ലോ. മാസ്റ്ററെ, ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ. വീട്ടിലേക്കൊക്കെ ഒരു ദിവസം വരാം മോളെ. ഇപ്പൊ ഞാൻ അവരുടെ കൂടെ പോവാ. അത് മതി മോളെ, ഇപ്പൊ നമുക്ക് പോവാം. എങ്കിൽ ഞങ്ങൾ പോട്ടെ മാസ്റ്ററെ. ടാറ്റാ. ടാറ്റാ. മാസ്റ്റർ ബൈ. ബൈ. ഓക്കെ മാസ്റ്റർ, ശരി, പോവാം. മോളെ, ഏയ് മഴ മോളെ. മാസ്റ്റർ, മാസ്റ്റർ കണ്ണു തുറക്ക്. മാസ്റ്റർ. മാസ്റ്റർ, മാസ്റ്റർ. മാസ്റ്റർ, മാസ്റ്റർ കണ്ണു തുറക്ക്. മാസ്റ്റർ. എണീക്ക്. മാസ്റ്റർ, മാസ്റ്റർ, മാസ്റ്റർ. മാസ്റ്റർ, മാസ്റ്റർ. ദൈവമേ. കൊച്ചുമോള് സമ്മാനം വാങ്ങിച്ചെന്നറിഞ്ഞപ്പോ അച്ഛമ്മയും കളി പിടിക്കാൻ തുടങ്ങിയോ? നമ്മളുടെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ ലക്ഷ്മി. ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ വേൾഡ് ചാമ്പ്യൻ ആയനെ. അല്ല, ഇതിനിടയിൽ പോയി പായസമൊക്കെ ഉണ്ടാക്കിയോ? സമ്മാനം നേടിയ 2 പേരും സമ്മാനം വാങ്ങാൻ കൊണ്ടുപോയ ഒരാളും വീട്ടിലേക്ക് ഒന്ന് കേറുമ്പോ 3 പേർക്ക് മധുരം കൊടുത്ത് വേണം സ്വീകരിക്കാൻ. സ്വീകരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയായി. ആളുകൾ മാത്രം ഇതുവരെ എത്തിയില്ല. 1 മണിക്കൂറിനകം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1.5 മണിക്കൂറായി. മോളെ ശരസാറിനെ ഒന്ന് വിളിച്ചു നോക്കി. പായസം നടക്കും മുമ്പേ ഇങ്ങ എത്താൻ പറ. ശരത് സാർ വിളിക്കുന്നു. ഹലോ സർ, എവിടെ എത്തി? ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലാ സുന്ദരി.